ഇപ്പോഴായിട്ട് ആ ഒരു മീനുണ്ടല്ലോ കറുത്ത കളറിൽ, അതാണ് കുഴവാരി. ഇവര് ഇവിടെ വന്ന് മീനുകളൊക്കെ ലേലം വിളിച്ചെടുത്തതിന് ശേഷം അടുത്തുള്ള മാർക്കറ്റുകളിലും വീടുകളിലൊക്കെ കൊണ്ടുപോയി കച്ചവടം ചെയ്യും. 250, 650, 600, 700 റാണി. കൊല്ലം ജില്ലയിലെ ചവറ കുരിശുംമൂട് കായൽ മീൻ ചന്തയിലേക്കാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇവിടുത്തെ മീനിൻ്റെ വിലയും ലേലം വിളിയും ഏതൊക്കെ മീൻ കിട്ടുമെന്നൊക്കെയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ചവറ കുരിശുമൂട് കായൽ മീനിൻ്റെ ലേലം വിളി തുടങ്ങുന്നത് രാവിലെ 8 മണിക്കാണ്. നിങ്ങൾക്ക് 8 മണിക്ക് വരുവാണെങ്കിൽ ലേലം വിളിച്ചിട്ട് മീൻ എടുക്കാം. നിങ്ങൾക്ക് ലേലത്തിന് മീൻ വാങ്ങാതെ നേരിട്ട് വള്ളക്കാരുടെ നിന്ന് മേടിക്കണമെങ്കിൽ, അതായത് നമ്മൾ ഇതിനു മുമ്പ് കോയിവള ലേലക്കടവിൽ പോയിട്ട് മീൻ മേടിക്കുന്നൊരു വീഡിയോ ഉണ്ട്. അതിൽ കാണിക്കുന്നത് പോലെ തന്നെ നമ്മൾക്ക് ലേലം വിളി തുടങ്ങുന്നതിന് മുമ്പ് വന്നിട്ട് വള്ളക്കാരുടെ നിന്ന് മീൻ മേടിക്കാൻ പറ്റും. ഒരു 7 മണി 7:30 ടൈമിലൊക്കെ വരുവാണെങ്കിൽ വള്ളത്തിൽ മീൻ പിടിച്ചിട്ട് ആൾക്കാർ വരും. വള്ളക്കാർ കൊണ്ടുവരുന്ന മീൻ ഒരു കുട്ടയിലാക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് അവരൊരു വില ചോദിക്കും. വള്ളക്കാർ ചോദിക്കുന്ന വില കൊടുത്തിട്ട് ആ ഒരു മീൻ മേടിക്കാൻ ഉള്ള അത്രയും നല്ല ക്വാളിറ്റി ഉള്ള മീനുകളൊക്കെ വരുവാണെങ്കിൽ ചിലരൊക്കെ ആ ചോദ്യ വിലയിൽ തന്നെ മീൻ എടുത്തുകൊണ്ട് പോകുന്നത് കാണാം. അത് എപ്പോഴൊന്നുമില്ല, അത്രയ്ക്ക് നല്ല മീനാണെങ്കിൽ അല്ലെങ്കിൽ മേടിക്കാൻ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ചോദ്യ വില തന്നെ മേടിക്കേണ്ടി വരും. അല്ലാതെ സാധാരണയായിട്ട് വള്ളക്കാരുടെ മീൻ മേടിക്കുന്നത് ഇവർ കൊണ്ടുവരുന്ന മീൻ കിട്ടേണ്ടതിനെക്കാട്ടി കുറച്ചുകൂടി വില കൂട്ടി ചോദിക്കും. വള്ളക്കാർ കൊണ്ടുവരുന്ന മീൻ ഒരു 1000 രൂപയുടെ മീനാണെന്നുണ്ടെങ്കിൽ അവരതിന് നേരെ 1250 രൂപയെങ്കിലും ചോദിക്കും. അത് ചോദ്യ വിലയാണ്. നമുക്ക് ആ ഒരു മീൻ 1000 രൂപയ്ക്കാണ് മേടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ കയറിയിട്ട് 1000 രൂപയ്ക്ക് തരാമെന്ന് ചോദിക്കരുത്, കുറച്ചുകൂടി വില കുറച്ച് ചോദിക്കും. അപ്പോഴവർ ഏകദേശം കറക്റ്റ് വില ഇങ്ങോട്ട് പറയും. അപ്പോൾ നമുക്ക് ആ ഒരു വിലയ്ക്ക് മീൻ മേടിച്ചിട്ട് പോകാൻ പറ്റും. ഇപ്പോഴീ മീൻ വള്ളക്കാരൻ്റെ ഒരാൾ നേരിട്ട് മേടിക്കാൻ പോവാണ്. 1000 രൂപ ചോദിച്ച മീനാണ്. എത്ര രൂപയ്ക്ക് സെയിലാവും നോക്കാം. ആ കച്ചവട രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ കരിമീനും അഴുകയാണ് മെയിനായിട്ടുള്ളത്. അഴുക എന്ന് പറയുന്ന മീൻ ഭയങ്കര വിലയുള്ളൊരു മീനാണ്, ടേസ്റ്റുള്ള മീനാണ്. അപ്പോൾ ഇത് 1000 രൂപ ചോദിച്ച മീനാണ്. എത്ര രൂപയ്ക്ക് സെയിലാവും നോക്കാം. അത്ര മീനിന് 700 രൂപയ്ക്കാണ് സെയിലായത്. 1000 രൂപ ചോദിച്ച മീനായിരുന്നു, 700 രൂപയ്ക്ക് പോയി. ഞാനിവിടെ ഒരു 7:30 മണിയായപ്പോഴത്തേക്കും വന്നു. ആ സമയം തൊട്ടേ വള്ളക്കാരുടെ നിന്ന് കുറച്ച് ചില്ലറയായിട്ട് ഇതേപോലെ കുട്ടയിലൊക്കെ മീൻ മേടിച്ചുകൊണ്ട് ആൾക്കാർ പോകുന്നുണ്ട്. ഇപ്പം 8 മണി സമയം ആവാറായിട്ടുണ്ട്. 8 മണിയാകുമ്പോൾ ഇവിടെ ലേലം വിളി തുടങ്ങും. ഈ അമ്മച്ചിമാരൊക്കെ ഇവിടെ അടുത്ത് തന്നെയുള്ള ചന്തകളിലും വീടുകളിലൊക്കെ മീൻ കച്ചവടം ചെയ്യുന്നവരാണ്. ഇവർ ഇവിടെ വന്ന് മീനുകളൊക്കെ ലേലം വിളിച്ചെടുത്തതിന് ശേഷം അടുത്തുള്ള മാർക്കറ്റുകളിലും വീടുകളിലൊക്കെ കൊണ്ടുപോയി കച്ചവടം ചെയ്യും. മീൻ കച്ചവടക്കാർക്ക് വേണ്ടി മാത്രമല്ല, ആർക്കും വേണമെങ്കിലും ഇവിടെ വന്നിട്ട് നമുക്ക് ലേലം വിളിച്ചിട്ട് മീൻ വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും. മീൻ കച്ചവടക്കാർക്ക് കിട്ടുന്ന അതേ വിലയ്ക്കാണ് നമുക്ക് ഇവിടുന്ന് മീൻ എടുക്കാൻ പറ്റും. ഇവിടുന്ന് മീൻ കച്ചവടക്കാർ മീൻ എടുത്തുകൊണ്ട് പോയതിനു ശേഷം മാർക്കറ്റിൽ ഇതിലും വില കൂട്ടിയിട്ടാണ് മീൻ വിൽക്കുന്നത്. നമുക്ക് മാർക്കറ്റിനേക്കാളൊക്കെ ഒരുപാട് വിലക്കുറവിൽ ഇവിടുന്ന് മീൻ മേടിക്കാൻ പറ്റും. ഇതിപ്പം കായലിൽ കിടക്കുന്ന വള്ളത്തിൽ നിന്ന് മീൻ എടുത്തിട്ട് ആ ലേലം വിളി സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. ഫസ്റ്റ് ലേലം വിളിക്കാൻ പോകുന്ന മീനാണ് ഈ കാണുന്നത്. ലേലം വിളിച്ച് മീനെടുക്കാനായിട്ട് പുറത്തു നിന്നുള്ള ആൾക്കാരും മീൻ കച്ചവടക്കാരും എല്ലാവരും വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള മീൻ കണമ്പാണ്. 500, 400, 450, 500, 600, 650, 700, 700, 350, 400, 400, 400, 500, 50, 552, 600, 650, 700, 700, 700, 650 250, 350, 400, 400, 400, 400.
ഇപ്പോഴാ 2 കൂട്ടം മീനാണ് 400 രൂപയ്ക്ക് പോയത്. ആ ഒരു വലിയ കൂട്ടം മീനിൻ്റെ അകത്ത് കുറേ മിക്സ് ആയിട്ടുള്ള മീനാണ്. അതിൽ തേടുണ്ട്, കൂരി ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. ഇപ്പോഴായിട്ട് ആ ഒരു മീനുണ്ടല്ലോ കറുത്ത കളറിൽ, അതാണ് കുഴവാരി. കുഴവാരി എന്ന് പറയുന്ന മീൻ ഈ ഒരു ചവറക്കായലിൽ കുറച്ച് കാണപ്പെടുന്ന ഒരു മീനാണ്. ഇത് ഭയങ്കര ടേസ്റ്റുള്ള മീൻ തന്നെയാണ്. ഇവിടെ ഈ ലേലത്തിൽ വന്നിരിക്കുന്ന എല്ലാ മീനും അഷ്ടമുടിക്കായലിലെ മീനാണ്. അഷ്ടമുടിക്കായലിലെ തന്നെ ചവറ ഭാഗത്തു നിന്നാണ് ഈ മീനൊക്കെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇവിടെ ചവറ തെക്കും ഭാഗം, തലമുകിൽ ഭാഗത്തു നിന്നൊക്കെയാണ് മീൻ പിടിക്കുന്നത്. കടമ്പ 500, 50, 600, 650, 650, 650. ഫിഷ് മാർക്കറ്റിൽ മീനിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യും. അത് മീൻ കിട്ടുന്നതനുസരിച്ചും മേടിക്കാൻ പറ്റുന്ന ആൾക്കാരനുസരിച്ചുമാണ് വ്യത്യാസം വരുന്നത്. മീൻ മേടിക്കാനായിട്ട് ആൾക്കാർ കൂടുതലാണെന്നുണ്ടെങ്കിൽ മീനിൻ്റെ ലേലം വിളിയിൽ മീനിൻ്റെ വില കൂടി പോകും. ആളുകൾ കുറവാണെങ്കിൽ ആവശ്യക്കാർ കുറയുന്നതനുസരിച്ച് മീനിൻ്റെ വിലയും കുറയും. പിന്നെ ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് ഒരേപോലെ തന്നെ മീൻ കിട്ടണമെന്നില്ല. ചില ദിവസങ്ങളിൽ കൂടുതൽ മീൻ കിട്ടും, ചില ദിവസം കുറച്ച് മീൻ മാത്രമേ കിട്ടൂ. അങ്ങനെയും വിലയിൽ വ്യത്യാസം വരുന്നുണ്ട്. 350. അത്രയും മീനിപ്പം 350 രൂപയ്ക്കാണ് കച്ചവടമായിട്ടുള്ളത്. കൊല്ലത്തെ മറ്റ് സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പം ഇവിടെ കുറച്ച് വില കുറവാണ് മീൻ. ഇപ്പോഴീ കൊണ്ടിട്ട് മീൻ കുറച്ച് വിലയുള്ള മീനാണ്. ചെമ്പല്ലിയൊക്കെ ഉണ്ട്, അത് നല്ല വില വീഴും. 850. 800. അഞ്ഞൂറ്, 50, 600, 650, 700, 750, 800. രണ്ട് പുള്ളി സാധനം വിളിച്ചോ. 500. മാറി വിളിക്കുന്നതാണ്. 650, 650, 650, 650, 600. ബാക്കി 650, 700, 750, 750, 800, 800, 750 കറി. ഇപ്പോഴും 800 രൂപയ്ക്ക് ലേലത്തിന് പോയിട്ടുള്ള പ്രാച്ചി മീനുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റുള്ളൊരു മീനാണ്. കണമ്പിനേക്കാളും കുറേ കൂടെ ടേസ്റ്റും ഉണ്ട്, വിലയും ഉണ്ട്. എന്നെങ്കിൽ കരിമീൻ്റെ അത്ര വരില്ല. അങ്ങനത്തെ ഒരു മീനാണ്. അത്യാവശ്യം നല്ല ഡിമാൻഡുള്ളൊരു മീനാണ്, നല്ല വിലയും ഉണ്ട്. 250, 300, 50, 400, 450, 500 2 വരെ. 550, 2, 550. പ്രാച്ചി 600, 50, 700, 750, 750, 750. 700 റാണി. കഴിഞ്ഞോ? ഷൂട്ടിംഗ് കഴിഞ്ഞോ? പ്രാച്ചി 550, 600, 600, 600. നാനൂറ്, 450, 500, 550, 550. നാനൂറ്,
50, 500, 500, 550, 600, 600, കാശിന് പിടിക്കാണെന്ന് കിട്ടി ചെയ്തപ്പോഴത്തേക്ക് അവർ നമ്മളെ അടച്ചിട്ടില്ല എല്ലാം അവർക്ക് വേണമെന്ന് പിടിക്കും നമ്മളെ പൈസ അടയ്ക്കണമില്ലെങ്കിൽ വരുമ്പോൾ അവിടെ വിഷയമായി GST വിഷയമായി ആകെ എനിക്ക് കിട്ടിയ 200 രൂപയുണ്ട് നാനൂറ്, 50, 500, 500, ഇതോടെ ഇയാൾക്ക് ഒഴിക്കുകയാണ് ഇവിടെ എല്ലാം 1 കിലോ ആകട്ടെ കൂടാലി 700, 50, 750, 750, 750. ഈ ഒരു കൂട്ടം കൊഴുവാലി മീൻ വെറും 750 രൂപയ്ക്കാണ് ലേലത്തിൽ കച്ചവടമായി പോയത്. ഇത് നമ്മൾ പുറത്ത് പോയി മാർക്കറ്റിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് 15 എണ്ണം അല്ലെങ്കിൽ ഏറ്റവും കൂടിയത് 20 എണ്ണമൊക്കെ നമുക്ക് കിട്ടും. അത്രയും വിലയുള്ളൊരു മീനാണ്. 650, 700, 50, 750, 800, 800. ഈ കുഴവാലി മീൻ കായലിലെ ചളി കൂടുതലുള്ള ഭാഗത്തായിരിക്കും പൊതുവെ കാണാറുള്ളത്. അതേപോലെ ഇത് കഴിക്കുന്ന ആഹാരങ്ങൾ ഭയങ്കര വൃത്തിയുള്ള ആഹാരങ്ങളായിരിക്കും കഴിക്കുന്നത്. പിന്നെ ഇത് തല വരെ നമുക്കെടുത്ത് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. ഭയങ്കര ടേസ്റ്റുള്ളൊരു മീൻ തന്നെയാണ്. കുഞ്ഞോന്റെ 550, 600, കരിമീൻ 600, 650, 702, 750, 750, 750. കൂടാലി 650, 700, 700, 700. അഞ്ഞൂറ്റി 600, 600, 600. എടുത്തു കൊടുത്തേ 250, 300, 300, 300. എടുത്തുകൊണ്ടുവരാൻ കാര്യം പറ. ഇന്നലെ വിളിച്ചിട്ടൊക്കെ ഡബിൾ വില ഇന്ന് വീണോ? ഇവിടെ 500, 50, 550, 550, 600, 600. എല്ലാം കണക്കാണ് എടുത്തോണ്ട് കടയിൽ പോയി എന്നിട്ട് വിളിക്കുന്ന ഏകദേശം 8 മണി കഴിഞ്ഞപ്പോൾ ഇവിടെ ലേലംവിളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 8:40 വരെയൊക്കെ ലേലംവിളി ഉണ്ടായിരുന്നു. മീൻ കച്ചവടം ഉണ്ടായിരുന്നു. അത് ഓരോ ദിവസം വ്യത്യാസം വരും. മീൻ ഉണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ കൂടുതൽ കാണും, ഇല്ലെങ്കിൽ കുറവായിരിക്കും. പിന്നെ രാവിലെ 7:30 മണിക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വള്ളക്കാരുടെ നിന്ന് നേരിട്ട് മീൻ മേടിക്കാൻ പറ്റും. ഓൾ കേരള മാർക്കറ്റ് പ്ലേസസ്, അതായത് കേരളത്തിലെ എല്ലാ ചന്തകളും, മീൻ മാർക്കറ്റ് മാത്രമല്ല അല്ലാതുള്ള എല്ലാ കച്ചവട സ്ഥലങ്ങളിലും നമ്മൾ പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ കൊല്ലം ജില്ലയിലെ പല സ്ഥലങ്ങളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരോ ജില്ലകൾ കവർ ചെയ്തിട്ടാണ് പോകുന്നത്. ചന്തകൾ മാത്രമല്ല, എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോയിട്ട് വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. വീഡിയോകളൊക്കെ നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ.